നമ്മളിങ്ങനെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആറ്റുകാൽ ഇന്നൊരു ദുഃഖാചരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദുഃഖാചരണം എന്തിനാണെന്ന് ചോദിച്ചാൽ, കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ ദേവി കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ദുഃഖസൂചകമായി ഇന്ന് വൈകിയാണ് നട തുറക്കുക. 7:30ക്കാണ് ദർശനം ആരംഭിക്കുക. പക്ഷേ 7 മണിക്ക് ഇവിടെ തോറ്റമ്പാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതേ വിഷയവുമായി ചേർന്ന തോറ്റമ്പാട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ ഒപ്പം ചേരുന്നുണ്ട്. അമൽ, ഇന്ന് ഗംഭീര ആഘോഷങ്ങളാണ്. ഇനി ഒരൊറ്റ ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാന പരിപാടികളെന്നാണ് തോന്നുന്നത് അമലിന്? തിരക്ക് കാണുന്നില്ലേ? കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നു പോയത്, പക്ഷെ ഇത് കാണുമ്പോൾ ഞെട്ടിപ്പോകുക. കഴിഞ്ഞ തവണ ഈ തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇത്ര അധികം തിരക്കുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇന്ന് മോത്തി പറഞ്ഞതുപോലെ ഇന്ന് ആറ്റുകാലിൽ ആദ്യത്തെ കുറച്ച് സമയം ദുഃഖാചരണമാണ്. ഈ കണ്ണകി ദേവിയുടെ ഭർത്താവായ കോവലനെ കൊന്നതിൻ്റെ അവർ കൊലപ്പെടുത്തുന്ന ഇന്ന് മാത്രമാണ് ഇങ്ങനെ നട തുറക്കാൻ ഇങ്ങനെ വൈകുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃത്യസമയത്ത് നട തുറക്കുമായിരുന്നു. ഇത് ഈ കണ്ണകി ചരിതം എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. പക്ഷേ ഈ കണ്ണകിയുടെ ഭർത്താവായ കോവലനെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊന്നതിൻ്റെ ദുഃഖസൂചകമായാണ് ഇന്നിപ്പോൾ ഇത്. നാളെ തോറ്റമ്പാട്ടുകാർ പാടുന്നത് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന തോറ്റമ്പാട്ടിൻ്റെ ചരിതം എന്ന് പറയുന്നത്, ഇവർ പരമശിവൻ്റെ അടുത്ത് പോയി വരം വാങ്ങി വരികയാണ് കണ്ണകി. അത് കഴിഞ്ഞ് കണ്ണകി നേരെ പോകുന്നത് മധുരാപുരിയിലേക്കാണ്. അതിനുശേഷം പിന്നെ ഈ കണ്ണകിയുടെ രൂപം മാറുകയാണ്. രൗദ്രരൂപിണിയായി അവിടെ പോയി അവിടെ രാജാവിനെ അടക്കം മധുരാപുരി ചുട്ടരിച്ച് വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന ഒരു സ്ഥലമാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തോറ്റമ്പാട്ടുകാർക്ക് അതുപോലെ കരമനയാറും കിള്ളിയാറും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കിള്ളിയാറ് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് പൊങ്കാലകൾ നീളാറില്ല എന്നൊരു ചരിത്രം പറയുന്നുണ്ടെങ്കിലും, പക്ഷെ ഇപ്പൊ ലോകമെമ്പാടും ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട് അല്ലേ? അതൊക്കെ പഴങ്കഥയായി പോയി. ഇത് തുടങ്ങിയ കാലത്തായിരിക്കും. ഇപ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് വഞ്ചിയൂരാണ്. അതിന് മുന്നിൽ കാണാറില്ലേ മോത്തി പൊങ്കാല? അത് മാത്രമല്ല, തിരുവനന്തപുരം നഗരം ഇനി വരാനിരിക്കുന്ന കുറച്ചധികം ദിവസം നമ്മുടെ നാടിൻ്റെ ഒരു കൗതുകം കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അഭിമാനിക്കാം. ഈ പറയുന്ന പാളയം പള്ളിയുണ്ട്. പാളയം മസ്ജിദ്, അതിന് മുന്നിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം, ജ്യൂസ്, ഭക്ഷണം ഇതൊക്കെ ഏർപ്പാടാക്കുന്നു. മാത്രമല്ല തൊട്ടപ്പുറേ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ടൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ രാവിലെ കുർബാന അവർ ഒഴിവാക്കി. ഈ ചടങ്ങിന് വേണ്ടി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. തീർച്ചയായിട്ടും കാലാകാലങ്ങളായി ഇതിങ്ങനെ തന്നെയാണ്. ഇത് ഒരു നാടിന്റെ ഉത്സവമാണ്. കേരളത്തിന്റെ ആകെ ലോകത്തിന്റെ ആകെ ഉത്സവമായി മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2009 25 ലക്ഷത്തോളം പേർ പൊങ്കാലയിട്ട ആ ഒരു കണക്കനുസരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണല്ലോ. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തേലും തിരക്കുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൂടൊരു വലിയ പ്രശ്നം തന്നെയാണ്. വരുന്ന ആളുകൾക്ക് ഇത്തവണത്തെ ഒന്നാമത് ഈ പൊങ്കാല അടുപ്പിലെ ചൂട്, അല്ലാതെ വെയിലിന്റെ ചൂട്, ഇതെല്ലാം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. അതാണ് ഞാൻ ഈ വേഗം കേരളയിൽ പ്രേക്ഷകരോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പൊങ്കാല ചൂട് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണെന്ന്. പൊങ്കാല ദിവസം ചൂട് എന്തായാലും കൂടും. പക്ഷേ പൊതുവിൽ ഇന്ന് 3 ഡിഗ്രി വരെ ചൂട് കൂടാനാണ് സാധ്യത. മുന്നറിയിപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവഗണിച്ചാണ് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക്
അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. കാരണം കൃത്യമായിട്ട് അവർക്ക് വെള്ളം കിട്ടാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ 30 ആംബുലൻസുകളടക്കം സജ്ജീകരിച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾ എപ്പോഴും നഗരസഭയെ ഓരോ കാര്യത്തിലും കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ തന്നെ ശുചീകരണ തൊഴിലാളികളെ നീണ്ട നിരയാണ്. ഒരു ഇല വീഴാൻ അനുവദിക്കാതെ അവരങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാല് ഈ പൊങ്കാല കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, പൊങ്കാല കഴിഞ്ഞ ആളുകളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരമാണ്. അങ്ങനെ ആക്കി മാറ്റും ഈ ശുചീകരണ തൊഴിലാളികൾ. അവരുടെ ഒരു കാര്യം, അതായത് എത്രത്തോളം സ്ഥലത്താണെന്ന് അറിയണം. നോക്കി നേരത്തെ പറഞ്ഞ പോലെ കിള്ളിയാറിന്റെ അപ്പുറം ഇപ്പുറം മാത്രമല്ല ഇപ്പോഴത്തെ പൊങ്കാല.